മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത ഈശോയുടെ സമാധാനം ഏവരുടെയും ഹൃദയങ്ങളിൽ നിറയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാസത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച നഴ്സസ് ടൈമിലൂടെയുള്ള തിരുവചന ശുശ്രൂഷയ്ക്കായി ലോകമെമ്പാടുമുള്ള നഴ്സുമാർ ഒത്തിരി ദാഹത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരിക്കുന്നു എന്നറിയുന്നതിൽ ഈശോയ്ക്ക് നന്ദി പറയുന്നു. അയർലൻഡിൽ നിന്നുള്ള ഒരു നഴ്സ് പറയുകയുണ്ടായി, ഈ ഒരു പ്രോഗ്രാമിലൂടെ ഈശോ അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന്. തൻ്റെ ജോലി മേഖലയിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നുവെന്നും. സങ്കീർത്തനം 107 അധ്യായം 20 തിരുവചനം ഇപ്രകാരം പറയുന്നു, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് നമുക്കായി തിരുവചനം പങ്കുവയ്ക്കുന്നത് ബഹുമാനപ്പെട്ട റെനി പുല്ലുകാലായിൽ അച്ഛനാണ്. ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ എല്ലാവിധ വിനാശത്തിൽ നിന്നും വിടുവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 4-ാമത്തെ തിരുവചനമാണ്. വചനപ്രകാരം പഠിപ്പിക്കുന്നു, ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദേശത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് ചിതറിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും, പ്രത്യേകിച്ച് ഹീലിംഗ് മിനിസ്ട്രിയുമായി, നഴ്സസ് മിനിസ്ട്രിയുമായി ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് കർത്താവ് അയച്ചിരിക്കുന്ന ഓരോരുത്തരും ഈ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ലോകത്തിൻ്റെ ഏത് ദിക്കിലേക്ക് ചിതറിക്കപ്പെട്ടാലും, ഏത് ദിക്കിലേക്ക് കർത്താവ് ഞങ്ങളെ മാറ്റിക്കൊണ്ടുപോയാലും അവിടെ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ശുശ്രൂഷ ജീവിതത്തെ സമർപ്പിച്ച്, ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളെ സമർപ്പിച്ച്, സഹപ്രവർത്തകരെ സമർപ്പിച്ച് എല്ലാവരും ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, സഹായകൻ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവപിതാവിൻ വാഗ്ദാനമേ, ചൊരിയണമേവൻ അഭിഷേകം. ഹൃദയം നുറുങ്ങിയ ഒരു കർത്താവ് സമീപസ്ഥനാണ്. വ്യത്യസ്ത സ്ഥലങ്ങളായിരിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, സഹായിക്കണമേ. കരങ്ങളൊന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, ഓരോരുത്തർക്കും ആവശ്യമായ കൃപകൾ നൽകണമേ. പരിശുദ്ധാത്മാവെ, എല്ലാ നേഴ്സുമാരെയും സമർപ്പിച്ചെന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേഴ്സസ് മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമുള്ള 2 കോടിയിലധികം വരുന്ന നേഴ്സുമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നേഴ്സുമാരെയും കർത്താവെ വിശുദ്ധരാക്കി മാറ്റണമേ. ജനകോടികളെ വിശുദ്ധിലേക്ക് നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ മേഖലയെ അനുഗ്രഹിക്കണമേ. സഹായിക്കണമേ പരിശുദ്ധാത്മാവേ, സഹായിക്കണമേ പരിശുദ്ധാത്മാവേ,
സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. സഹായകൻ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം മുതലുള്ള പാരഗ്രാഫിൽ വളരെ മനോഹരമായ ഒരു കാര്യം വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. എസ്തപ്പാനോസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പീഡനങ്ങൾക്ക് ശേഷം സഭയിൽ ഒത്തിരിയേറെ ഞെരുക്കങ്ങളുണ്ടായി. സാവൂൾ ഓരോ ഭവനങ്ങളിലൂടെയും കയറി ഇറങ്ങി. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുവചന ഇപ്രകാരം പഠിപ്പിക്കുന്നു: എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീട് തോറും കയറി ഇറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി. ഹല്ലേലൂയ. സാവൂൾ ഓരോ വീട് തോറും കയറി ഇറങ്ങി വിശ്വസിക്കുന്നവരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കുന്ന കാലഘട്ടം. ആ സമയത്താണ് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: ചിതറിക്കപ്പെട്ടവർ, പീഡനം മൂലം ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സാവൂളിലൂടെ ഒരു പീഡനം നടന്നത് അവരെ കർത്താവ് ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. ആദിമ സഭയിലെ ഞെരുക്കങ്ങൾ, കഷ്ടപ്പാടുകൾ, പീഡനങ്ങൾ അവരെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷവുമായി കൊണ്ടുപോകുക എന്ന ദൗത്യത്തിലേക്ക് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ഒരുപക്ഷെ അവർ ചിതറിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ പുറത്തേക്ക് സുവിശേഷം എത്തുക എന്നുള്ളത് ഒരുപക്ഷെ പിന്നെയും താമസിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വന്തം ദേശത്ത് മരണഭയം മൂലം പീഡിപ്പിക്കപ്പെട്ട വിശ്വാസികൾ അവർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടപ്പോൾ അവർ, ദൈവമേ, ഞങ്ങളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ ചെതറിച്ചത്, ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്നൊന്നും പറഞ്ഞ് ദൈവത്തോട് പരാതിയും കണ്ണുനീരുമായിട്ടിരിക്കുകയല്ല ചെയ്തത്. അവർ ചെയ്ത കാര്യം, അവർ ചിതറിക്കപ്പെട്ടപ്പോൾ ചിതറിക്കപ്പെട്ട സ്ഥലത്തെല്ലാം സുവിശേഷം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞു, വചനത്തിന് സാക്ഷിയായി തീർന്നു. മരിച്ചു പോയവരെ ഓർത്ത് നിരാശപ്പെടുകയും ഇനി ഞങ്ങൾക്കും ഇത് തന്നെ സംഭവിക്കുമല്ലോ എന്നോർത്ത് അവർ ആകുലപ്പെട്ടിരുന്നില്ല. അവർ അവരുടെ ദൗത്യത്തിൽ വിശ്വസ്തത പുലർത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ്, അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കർത്താവ് നമ്മുടെ ജന്മദേശത്തു നിന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക്, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലേക്ക് ജോലിയുടെ പേരിൽ, ഈ നഴ്സിംഗ് ശുശ്രൂഷയുടെ പേരിൽ കർത്താവ് പറഞ്ഞയച്ചതും ഇതുപോലത്തെ ഒരു ചിതറിക്കലാണ്. ഒരു കാലത്ത് കേരള സഭയിൽ, ഭാരതനാട്ടിൽ സമാധാനമായി ജീവിച്ചിരുന്നവരെ ഇനി ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക്, മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കാൻ വേണ്ടി കർത്താവ് ചിതറിച്ചതാണ്. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച മാർഗമാണ് വിദേശ രാജ്യങ്ങളിലുള്ള ജോലി സാധ്യത, വിദേശ രാജ്യങ്ങളിലുള്ള നഴ്സുമാരുടെ ശുശ്രൂഷ. കാരണം ഇന്ന് ഈ നഴ്സിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിലെ ഞെരുക്കം കൊണ്ടോ സാമ്പത്തിക പ്രാരാബ്ദം കൊണ്ടോ ജീവിത പങ്കാളി വിദേശത്തായതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ പിന്നിലുള്ള മാനുഷികമായ കാര്യം മാത്രം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു തലമുടിയുടെ തലയിൽ നിന്ന് താഴെ വീഴുന്നത് ഞാൻ അറിയുന്നു എന്ന്. എങ്കിൽ ഭാരതത്തിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലേക്ക്, കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ദേശങ്ങളിലേക്ക് നമ്മൾ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എത്രയോ അധികമായി ദൈവം ഇതിനെ കാണുന്നു, കരുതുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടി കർത്താവ് നമ്മളെ ചിതറിച്ചു? വചനം പഠിപ്പിക്കുന്നു, വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കാൻ, നമ്മുടെ ആശുപത്രികളിൽ വചനത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ, നമ്മുടെ ദേശത്തെ വചനത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ. ഹല്ലേലൂയ. ഇത്
ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, ഹീലിംഗ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് വലിയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം. അതിൽ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാനുമായി ബന്ധപ്പെട്ടാണ് ഈ സുവിശേഷ വേല നടക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യപ്പെടൽ നടക്കുന്നത്. സിറിയ രാജാവിൻ്റെ സൈന്യാധിപനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവും ഉണ്ടായിരുന്നു. കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയയ്ക്ക് വിജയം നൽകി. ഹല്ലേലൂയ. ഈ സൈന്യാധിപൻ വഴി സിറിയ രാജാവിന് വിജയങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് ഈ നാമാനെ ഓർത്ത് രാജാവിന് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. രാജാവിൻ്റെ ഹൃദയത്തിൽ നാമാന് സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു: ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും ഒരു സൈന്യത്തെ നയിച്ച് ശത്രുനിരകളെ തകർക്കാനും മാത്രം ശേഷിയുള്ളവനും അധികാരമുള്ളവനുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. അവൻ ഈ കുഷ്ഠവും പേറിക്കൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. പലപ്പോഴും ഈ നാമം വിചാരിച്ചിട്ടുണ്ടാകാം, ഈ കുഷ്ഠത്തിൻ്റെ ഞെരുക്കവും ദുർഗന്ധവും ഇതിൻ്റെ അസ്വസ്ഥതകളും പേറിയിരിക്കുമ്പോൾ ജീവിതത്തിൽ മനസ്സുമെടുത്തുന്ന ആളുകളുണ്ടാകാം. എന്തായാലും ഈ നാമാൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുന്ന ഒരു ഭാഗമുണ്ട്. 5-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവൾ നാമാൻ്റെ ഭാര്യയുടെ പരിചാരകയായി. ഹല്ലേലൂയ. ഇസ്രായേലിനെ സിറിയക്കാർ ആക്രമിച്ചപ്പോൾ ഒരു ഇസ്രായേൽ പെൺകുട്ടിയെ അവർ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ അവൾ അടിമയായി, ഒരു ദാസിയായി ഇതാ ഈ നാമാൻ്റെ ജീവിതത്തിൽ, നാമാൻ്റെ കുടുംബത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ സമയത്ത് മാനുഷികമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം, ദൈവമേ, ഞാൻ ഇത്രത്തോളം കർത്താവിൽ ആശ്രയിച്ചിട്ട്, സൈന്യങ്ങളെ കർത്താവ് ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ട് എന്നെ ഇങ്ങനെ അടിമയാക്കി കൊണ്ടുപോയല്ലോ, എനിക്കിങ്ങനെ വിജാതീയ ദേശത്ത് വന്നിട്ട് സേവനം ചെയ്യേണ്ട വന്നല്ലോ എന്നോർത്ത് ഈ പെൺകുട്ടിക്ക് കരഞ്ഞ് നിലവിളിച്ചിരിക്കാമായിരുന്നു. പക്ഷെ അവളത് ചെയ്തില്ല. അവളെക്കുറിച്ച് പറയുന്നു, അവൾ നാമാൻ്റെ ഭാര്യയുടെ പരിചാരകയായി. അവൾ തൻ്റെ യജമാനത്തോട് പറഞ്ഞു, എൻ്റെ യജമാനൻ സമരിയായിലെ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനൻ്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, വേറെ ഒരു ദേശത്ത് ചെന്ന് സിറിയ രാജാവിൻ്റെ സൈന്യാധിപൻ്റെ ഭവനത്തിൽ പരിചാരികയായി ശുശ്രൂഷ ചെയ്യുന്ന ഈ പെൺകുട്ടി പറയുകയാണ്, സമരിയായിലെ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനൻ്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സമരിയായിലെ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനൻ്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിചാരിക പെൺകുട്ടിക്ക് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? അവൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ, എന്നെ അടിമയായിട്ട് കൊണ്ടുവന്നതല്ലേ, ഇതൊക്കെ ഇരിക്കട്ടെ, ഇത് ഇനിയും കൂടുതൽ വരണം, ഇത് കുടുംബത്തിൽ ശാപമായിരിക്കട്ടെ, എൻ്റെ കണ്ണുനീര്, എൻ്റെ സ്വന്തക്കാരെ, എൻ്റെ ബന്ധുക്കളെ വിട്ട് ഇവിടെ എന്നെ ദാസിയാക്കി വെച്ചിരിക്കുകയല്ലേ എന്നൊന്നും അവൾ ചിന്തിച്ചില്ല. അവൾ യജമാനത്തോട് പറഞ്ഞു, എൻ്റെ യജമാനൻ സമരിയായിലെ പ്രവാചകൻ അടുത്തായിരുന്നെങ്കിൽ അവൻ കുഷ്ഠം മാറ്റുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ, ഈ പരിചാരികയായ പെൺകുട്ടി നാമാൻ്റെ ജീവിത പങ്കാളിയോടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തുടർന്നുള്ള വാക്യം നമുക്ക് കാണുന്നുണ്ട്. ഈ നാമാൻ സിറിയ രാജാവിനോട് പറഞ്ഞ് പ്രത്യേകം അനുവാദം വാങ്ങി രാജാവിനെ കാണാൻ വേണ്ടി വരികയാണ്. ഇസ്രായേൽ രാജാവിനെ കാണാൻ വേണ്ടി വരികയാണ്. സിറിയ രാജാവിന് വലിയ സന്തോഷം. സിറിയ രാജാവ് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ രാജാവിന് കത്ത് കൊടുത്തു വിടാം. 5-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ സിറിയ രാജാവ് കൊടുത്തുവിട്ട കത്ത് ഇസ്രായേൽ രാജാവ് വായിച്ചിട്ട് ഇങ്ങനെ പറയുന്നു. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു, ജീവനെടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ? എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു. ഹല്ലേലൂയ. സിറിയ രാജാവ് ഇസ്രായേൽ രാജാവിനാണ് കത്ത് കൊടുത്തു വിട്ടത്. ആ സമയത്ത് ഉടനെ
ഏലീഷ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. 10-ാമത്തെ വാക്യം, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ഏലീഷ പ്രവാചകൻ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു. ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ? കണ്ടോ, എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ട് ദൈവപുരുഷനായ ഏലീഷ രാജാവിനെ അറിയിച്ചു, നീ എന്തിനാണ് വസ്ത്രം കീറിയത്? അവൻ എൻ്റെ അടുത്ത് വരട്ടെ, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അറിയട്ടെ. ഹല്ലേലൂയ. ഏലീഷ പ്രവാചകൻ പറയുന്ന വാക്കാണ്, എന്തിനാണ് നീ വസ്ത്രം കീറിയത്? അവൻ എൻ്റെ അടുത്ത് വരട്ടെ, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അവർ അറിയട്ടെ. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ ഏലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ ബാധിക്കും. ഹല്ലേലൂയ. പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. നാമാൻ ആ വചനം കേട്ട് 11-ാമത്തെ വാക്യം, നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ പെട്ടെന്ന് എല്ലാവരും സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. ഏലീഷ പ്രവാചകനെ പോലെ ശക്തമായ അഭിഷേകമുള്ള ദൈവദാസൻ പറഞ്ഞതുപോലും സ്വീകരിക്കാൻ ഈ നാമാന് പറ്റിയില്ല. കാരണം അവൻ്റെ മനസ്സിൽ സ്വപ്നം ഉണ്ടായിരുന്നു, ഇതാ ഏലീഷ പ്രവാചകൻ വരുന്നു, വലിയ അത്ഭുതങ്ങൾ കാണിച്ച് കൈനീട്ടി ഇപ്പോൾ സൗഖ്യം പ്രാപിക്കണമെന്ന് പറയുന്നു. അവൻ വിചാരിച്ച രീതിയിൽ ഏലീഷ പ്രവാചകൻ പ്രവർത്തിക്കാത്തത് കൊണ്ട് അവൻ്റെ മനസ്സും എടുത്തു. അവൻ കുപിതനായി മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ആ സമയത്ത് വീണ്ടും ദൈവത്തിൻ്റെ പ്രവർത്തനം. 13-ാമത്തെ വാക്യം, ഭൃത്യന്മാർ അടുത്ത് എന്ന് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ ഭാരിച്ച വല്ല കാര്യമാണ് കൽപ്പിച്ചിരുന്നെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ കുളിച്ച് ശുദ്ധനാകുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെയാണ് അങ്ങ് ചെയ്യേണ്ടത്. അങ്ങനെ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു, ശരീരം ശിശുവിൻ്റേത് പോലെയായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാമാനെ സുഖപ്പെടുത്താൻ വേണ്ടി ദൈവം ഏലീഷ പ്രവാചകൻ അഭിഷേകം കൊടുത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഏലീഷയുടെ അടുക്കലേക്ക് ഈ നാമാനെ കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചത് നാമാൻ്റെ ഭവനത്തിൽ പരിചാരികയായി നിൽക്കുന്ന ഈ ഇസ്രായേൽ പെൺകുട്ടിയിലൂടെയാണ്. ഹല്ലേലൂയ. ഈ ഇസ്രായേൽ പെൺകുട്ടി പ്രവാചകനെക്കുറിച്ചും തൻ്റെ ദേശത്തെക്കുറിച്ചും ഈ നാമാൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ നാമാൻ്റെ കുഷ്ഠം ഒരിക്കലും മാറുകയില്ലായിരുന്നു. ഈ നാമാൻ ഒരിക്കലും സൗഖ്യം പ്രാപിക്കുകയില്ലായിരുന്നു. നാമാൻ സൗഖ്യം പ്രാപിച്ചു എന്ന് മാത്രമല്ല, 15-ാമത്തെ വാക്യത്തിൽ അവൻ ഭൃത്യന്മാരോടൊത്ത് ദൈവപുരുഷൻ്റെ അടുത്ത് തിരിച്ചു ചെന്ന് പറഞ്ഞു, ഇസ്രായേലിൻ്റെ അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഇസ്രായേലിൻ്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. കുഷ്ഠരോഗത്തിലൂടെ സൗഖ്യത്തിലേക്ക് വന്ന് സൗഖ്യത്തിലൂടെ ശക്തനായ ദൈവത്തെ, ഈ ഏകരക്ഷകനെ കണ്ടെത്താൻ നാമാന് ദൈവം ഇടയാക്കി. അതിനുവേണ്ടി ദൈവം എടുത്തുപയോഗിച്ചത് ഈ സിറിയ ദേശത്തെത്തിയ ഇസ്രായേൽ പെൺകുട്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വളഞ്ഞ വഴികളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം, വളഞ്ഞെന്ന് തോന്നുന്ന, നമുക്ക് തകർച്ചയെന്ന് തോന്നുന്ന വഴികളിലൂടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെയും ഇതുപോലെ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. സാമ്പത്തിക അടിമത്തമായിരിക്കാം, കുടുംബത്തെ ഞെരുക്കമായിരിക്കാം, മക്കൾ സ്വന്തം നാട്ടിലിരിക്കുമ്പോൾ അവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ജീവിത പങ്കാളി വേറെ സ്ഥലത്ത്, ഒത്തിരി ഞെരുക്കങ്ങൾ, കഷ്ടപ്പാടുകൾ, മനസ്സ് തകർന്നു പോകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ. എന്നിട്ടും കർത്താവ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശുശ്രൂഷ വഴി, നമ്മുടെ ഹീലിംഗ് മിനിസ്ട്രി വഴി, നമ്മുടെ സാന്നിധ്യം വഴി ഒരുപക്ഷെ ഈ രോഗികൾ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഒരുക്കപ്പെട്ട മണ്ണാണ്, അവർക്ക് സൗഖ്യമാണ് ആവശ്യം. ഇവിടെ ഇസ്രായേൽ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്നത് ഒരു പ്രവാചകനെ കുറിച്ചിട്ടാണ്. എന്നാൽ ഇന്നിതാ സകലരുടെയും രോഗങ്ങളും വേദനയും പാപവും സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്ത യേശു നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഈശോ പറഞ്ഞു,
സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. എങ്കിൽ നമ്മൾ ആശുപത്രി ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണം, പിതാവേ, ഞാൻ കണ്ടുമുട്ടുന്ന സകല രോഗികളിലേക്കും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ നടന്നു പോകുമ്പോൾ, ആശുപത്രി കോമ്പൗണ്ടിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴലിൽ സ്പർശിച്ച് രോഗികൾ സൗഖ്യം പ്രാപിച്ചതുപോലെ ഒരു പുതിയൊരു അഭിഷേകം കർത്താവേ എനിക്ക് തരണമേ. ഞാൻ നടന്ന ഹോസ്പിറ്റലിലൂടെ രോഗികൾ നടക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം വഴി രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന പുതിയൊരു അഭിഷേകം നൽകണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും കാലം ഈ ശുശ്രൂഷ മേഖല ഇറങ്ങിയിട്ട് എത്ര പേര് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം? എങ്ങനെയെങ്കിലും നമ്മുടെ ജോലി ഒന്ന് തീർത്ത് കർത്താവ് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഒന്ന് രക്ഷപ്പെട്ടു പോകണം, എനിക്കൊന്ന് ആശ്വസിക്കണം. അത് പ്രിയപ്പെട്ടത്, അത് നല്ലതാണ്, അതും നമ്മുടെ ആവശ്യമാണ്. പക്ഷേ അതിനപ്പുറം കർത്താവ് ഉദ്ദേശിക്കുന്ന ദൗത്യമുണ്ട്. നമ്മുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കുന്നതോടൊപ്പം അനേകരുടെ കുടുംബങ്ങൾ അഭിവൃദ്ധിയിലേക്ക് കടന്ന് വരണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ഇസ്രായേൽക്കാരി പെൺകുട്ടി തൻ്റെ യജമാനത്തിയുടെ അടുത്ത് പ്രവാചകനെക്കുറിച്ച് പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ യേശുവിന് സ്നേഹം കൊടുക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 8-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം, അങ്ങനെ അവിടെ അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം, അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. യേശുവിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുന്നിടത്ത് വലിയ സന്തോഷമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഏത് ദിക്കിലാണെങ്കിലും നമ്മുടെ ശുശ്രൂഷ വഴി വലിയൊരു സന്തോഷമുണ്ടാകണോ, നിലനിൽക്കുന്നൊരു സന്തോഷമുണ്ടാകണോ. ഈ സമയം കണ്ണുകളടച്ച് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയം നുറുങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെ അവിടുന്നാണല്ലോ അയച്ചത്, ഞങ്ങൾ വന്നതല്ല, കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. കർത്താവാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, കർത്താവാണ് ഞങ്ങളെ നിയോഗിച്ചത്. അങ്ങയുടെ ഹിതം തിരിച്ചറിയുക, ഞങ്ങളുടെ സാക്ഷി ജീവിതം വഴി, ഞങ്ങളുടെ സംസാരം വഴി, ഞങ്ങളുടെ പ്രവൃത്തി വഴി അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുക. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയം തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പുത്രനായ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പുത്രനായ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ കർത്താവേ, അഭിഷേകം ചെയ്യണമേ കർത്താവേ. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, യേശുവേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ലോകം മുഴുവനുള്ള 2 കോടിയിലധികം എല്ലാ നേഴ്സുമാരെ സമർപ്പിക്കുന്നു. കുടുംബത്തിന്റെ വ്യത്യസ്ത പ്രാരാബ്ധങ്ങളുമായി, ജീവിതത്തിന്റെ വ്യത്യസ്തമായ നൊമ്പരങ്ങളുമായി, മനസ്സിൽ ഒത്തിരിയേറെ ഭാരവും പേറി അങ്ങയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞെരുക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും കർത്താവിന്റെ സാക്ഷി വഹിക്കുക, കർത്താവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുക. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. കർത്താവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഹൃദയത്തിൽ കർത്താവോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നേഴ്സസ് മിനിസ്ട്രി അഭിഷേകം ചെയ്യണമേ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ അഭിഷേകം ചെയ്യണമേ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാ നഴ്സുമാരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, റെനി അച്ഛനിലൂടെ ഈശോ നമ്മോട് വ്യക്തിപരമായി സംസാരിച്ചതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മിൽ നിറഞ്ഞ തിരുവചനത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബജീവിതത്തിലും ജോലി മേഖലയിലും നാം പങ്കുവയ്ക്കണം. അത് കേവലം നമ്മുടെ അധരങ്ങളിലൂടെ മാത്രമല്ല, പ്രവൃത്തികളിലൂടെയും വേണം. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നാം ശുശ്രൂഷ ചെയ്യുന്ന രോഗികൾ, നമ്മുടെ സഹപ്രവർത്തകർ, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലേക്ക് ഈശോയുടെ വചനത്തിൻ്റെ അത്ഭുത ശക്തി നമ്മിലൂടെ ഒഴുകണം. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ
ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. എല്ലാവരും ഈശോയുടെ സ്നേഹത്താൽ നിറയട്ടെ. അതിനായി ലോകമെമ്പാടുമുള്ള 2 കോടിയോളം വരുന്ന നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധിയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.